യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് സൺ സല്യൂട്ടേഷന്റെ മൂവ്മെന്റ് കൺട്രോളും അതേപോലെ ആസനാസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഈ സൺ സല്യൂട്ടേഷന്റെ മൂവ്മെന്റ് കൺട്രോളും അതേപോലെ പോസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഡ്യൂറേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഷിവറിംഗ് ഒന്നും ഇല്ലാതെ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന 5 സ്പൈനൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സ്ട്രെച്ചസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ബിഗിനർ ലെവലിലാണെങ്കിലും അഡ്വാൻസ് ലെവലിലാണെങ്കിലും 5 സ്പൈനൽ മൂവ്മെന്റ്സ് ആണ് ആസനാസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 5 സ്പൈനൽ മൂവ്മെന്റ്സിന്റെ പല രീതിയിലുള്ള കോമ്പിനേഷനെയാണ് ആക്ച്വലി ആസനാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആസനാസ് സീക്വൻസ് ആയിട്ട് ചെയ്യുന്നതാണ് സൺ സല്യൂട്ടേഷൻ. അതിൽ തന്നെ വേരിയേഷൻ വരുമ്പോൾ ഈ ഒരു പാറ്റേണിന് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നല്ലാതെ ഇതും ആക്ച്വലി ഒരു സീക്വൻസ് ഓഫ് പോസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബേസിക് 5 സ്പൈനൽ മൂവ്മെന്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇപ്പം ഒരുപാട് സ്റ്റിഫ് ആയിട്ടുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്റ്റിഫ്നെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ലെവലിൽ ഒന്ന് ഫ്ലെക്സിബിൾ ആയി വരാൻ വേണ്ടിയിട്ടും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ഒക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 സ്പൈനൽ മൂവ്മെന്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അയാളുടെ ഫ്ലെക്സിബിലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഫോർവേഡ് ബെൻഡിങ്ങിൽ നിന്നാണ്. ഫോർവേഡ് ബെൻഡിങ് ചെയ്യാനായിട്ട് ഫീറ്റ് റിലാക്സ്ഡ് ആയിട്ടൊരു ഡിസ്റ്റൻസ് എടുത്ത് അപ്പാർട്ട് ചെയ്യാം. എന്നിട്ട് എക്സലേഷനിൽ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക, ഇൻഹലേഷനിൽ തിരിച്ച് സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് വന്നിട്ട് മൈൽഡ് ആയിട്ടൊന്ന് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ ഈ ഒരു ഫോർവേഡ് ആയിട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എല്ലാവർക്കും ഫ്ലോറിൽ റീച്ച് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് എത്രയാണോ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും മാത്രം ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നീ എക്സാക്ട് സ്ട്രൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഫുള്ളി സ്ട്രൈറ്റ് ആയിരിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. മൈൽഡ് ആയിട്ട് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരുപാട് ബെൻഡ് ചെയ്ത് പോവാതിരുന്നാൽ മാത്രം മതി. സെക്കൻഡ് വൺ നമ്മൾ ചെയ്യുന്നത് ലാറ്ററൽ സ്ട്രെച്ച് ആണ്. അപ്പൊ ലാറ്ററൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീറ്റ് കുറച്ചും കൂടി നമ്മൾ നേരത്തെ ഫോർവേഡ് ബെൻഡ് ചെയ്തപ്പോൾ എത്രയാണോ എടുത്തത് അതിൽ നിന്നും കുറച്ചും കൂടി ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ലാറ്ററൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കാം. അപ്പൊ ഇതും ബ്രീത്തിങ് സിങ്ക്രണൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ബ്രീത്തിങ് ഋതത്തിനനുസരിച്ചിട്ടാണ് ലാറ്ററലി നമ്മൾ സ്ട്രെച്ച് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ സൈഡിലേക്ക് ലാറ്ററലി ബെൻഡ് ചെയ്യുന്ന സമയത്ത് എക്സലേഷനും തിരിച്ച് സെൻട്രൽ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇൻഹലേഷനും ആയിട്ടാണ് ഈ ഒരു സ്ട്രെച്ച് ചെയ്യാനുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ആക്സിയൽ ട്വിസ്റ്റ് ആണ്. അപ്പൊ ആക്സിയൽ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൈ പിന്നിൽ ബെൻഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ബാക്കിൽ ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ലെഫ്റ്റ് പാം നമ്മുടെ റൈറ്റ് ഷോൾഡറിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പറ്റാവുന്നത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്യും. അപ്പർ ബോഡി മാത്രമാണ് ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീറ്റ് ഈ ഒരു സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ആണ്, സ്പൈനൽ എക്സ്റ്റൻഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീറ്റ് ക്ലോസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻഹെയിലിംഗ് ഋതത്തിനനുസരിച്ച് ആംസ് റേസ് ചെയ്ത് ഫിംഗേഴ്സിനെ ഇന്റർലോക്ക് ചെയ്തതിനു ശേഷം സ്ട്രെച്ച് ചെയ്യും. അപ്പൊ ആംസ് സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെ ഹീൽസ് റേസ് ചെയ്ത് ടോയില് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ എക്സേൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഋതത്തിനനുസരിച്ച് തന്നെ ആംസ് റിലീസ് ചെയ്ത് തിരിച്ച് ഫീറ്റിലേക്ക് വരും. ഫൈനൽ സ്ട്രെച്ച് അല്ലെങ്കിൽ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് സ്ട്രെച്ച് ആണ്. ഇപ്പൊ നമ്മൾ ഇനിഷ്യലി നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്തപ്പോൾ അതിലൊരു ബാക്ക്വേർഡ് സ്ട്രെച്ചും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ആക്ച്വലി നമ്മൾ ഫോർവേഡ് ആയിട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോവർ ബാക്ക് മസിൽസിന് ഉണ്ടാകുന്ന ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിഷ്യലി ചെയ്ത ഫോർവേഡ് ബെൻഡിനൊപ്പം ഉള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ബാക്ക്വേർഡ് ബെൻഡ് ഉണ്ടായിരുന്നത്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാക്ക്വേർഡ് സ്ട്രെച്ച് ആണ് ഇനി ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഫ്ലോറിൽ കിടന്നിട്ട് ഈ ഒരു സ്ട്രെച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഹീൽസ് മാക്സിമം ബഡക്സിനോട് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇൻഹലേഷനിൽ ഹിപ്പ് റേസ് ചെയ്യും, എക്സലേഷനിൽ ഹിപ്പ് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഇനിഷ്യലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പാംസ് ഫ്ലോറിൽ വെച്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം കംഫർട്ട് ആയി കഴിയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ബാക്ക്വേർഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഇതായിട്ട് യൂസ്ഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് കാലിന്റെ ആംഗിളിൽ ക്യാച്ച് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്ത് ഹിപ്പ് റേസ് ചെയ്യാവുന്നതാണ്. 6 to 10 reps ആണ് ഈ പറഞ്ഞ 5 സ്ട്രെച്ചുകളും ഒപ്റ്റിമം ലെവലിൽ ചെയ്യാവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു 5 സ്ട്രെച്ചും പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ സ്കോളിയോസിസോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഡിസ്ക് ബൾജോ അങ്ങനെ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഫിസിഷ്യനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ട സ്ട്രെച്ചസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രം, നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി മാത്രം ചെയ്യാം. സോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.